Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് 19-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒരുപാട് കുട്ടികൾ ബികോം BBA എക്സാം ആദ്യമായി എഴുതാൻ പോവാണ്. സോ എൻ്റെ അടുത്ത് 2-3 ആഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആദ്യമായി എക്സാം എഴുതാൻ പോവാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പാസ്സാകാൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. SD സ്റ്റുഡൻസ് ഒരുപാട് പേര് ചോദിക്കും, ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ദെൻ +2 കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. സോ അവർക്കുള്ള സംശയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാമിനേഷൻ പാറ്റേൺ, 1 വേർഡ് ചോദ്യങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ ആദ്യത്തെ ചോദ്യം, ഞങ്ങളുടെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെയാണ്, ഇതാണ് ആദ്യത്തെ ചോദ്യം. സോ ആദ്യം അതൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. ഈ 100 മാർക്കിൽ 80 മാർക്ക് എക്സ്റ്റേണലും 20 മാർക്ക് ഇൻറ്റേണലുമാണ്. ഈ എക്സ്റ്റേണലും ഇൻറ്റേണലും കൂടി നമുക്ക് 35 മാർക്ക് പാസ്സാകാൻ മതി. 35% മതി പാസ്സാകാൻ. ഓക്കെ, ഇതിൽ 20 മാർക്ക് ഇൻറ്റേണൽ റെഗുലറായി പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ടീച്ചേഴ്സ് അസൈൻമെൻറ്റിൻ്റെ ബേസിൽ ദെൻ ഇൻറ്റേണൽ എക്സാംസിൻ്റെ ഒക്കെ ബേസിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 20-ൽ 15 കിട്ടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, 18, ചിലർക്ക് ഫുൾ മാർക്ക്, ചിലർക്ക് 10, അല്ലേ? ഓരോ കുട്ടികൾക്കും എന്താണ് അവരുടെ പെർഫോമൻസിൻ്റെ ബേസിൽ, അറ്റൻഡൻസിൻ്റെ ബേസിലൊക്കെ ഇൻറ്റേണൽ കിട്ടിയിട്ടുണ്ടായിരിക്കും. ദെൻ ബാലൻസ് മാർക്കാണ് നിങ്ങൾക്ക് ഇനി എക്സ്റ്റേണൽ 80-ൽ നേടേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫോർ എക്സാമ്പിൾ ഇൻറ്റേണൽ 20 മാർക്ക് ഫുള്ള് ടീച്ചറുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ദെൻ നിങ്ങൾക്ക് 80-ൽ പാസ്സാകാൻ 15 മാർക്ക് എഴുതി മേടിച്ചാൽ മതി. ബിക്കോസ് 35 രണ്ടും കൂടി നമുക്ക് 35 മതി. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ ഈ 20 മാർക്ക് ഇൻറ്റേണലായിട്ട് വരുന്നത് നമുക്ക് MCQ ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് അഡീഷണൽ ടൈം യൂണിവേഴ്സിറ്റി തരും. ഒരു 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും ഓരോ സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ബിസിനസ് മാനേജ്മെൻ്റ് ആണെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 100-120 ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആ 100-120 ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക, അതിലത്തെ അതേ ഒരു 20 ചോദ്യങ്ങളായിരിക്കും എക്സാമിന് വരാം. സോ ആ 20-ൽ 20 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ എക്സ്റ്റേണൽ 80-ൽ ബാലൻസ് മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ MCQ നിങ്ങൾ 10 മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ പിന്നെ 25 മാർക്ക് 80-ൽ എഴുതി മേടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇൻറ്റേണലും എക്സ്റ്റേണലിൻ്റെയും കണക്കുകൾ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എഴുതി മേടിക്കേണ്ട എക്സാം 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾക്ക് വരുന്ന പാറ്റേൺ ഒന്ന് നോക്കാം. ഇവിടെ 1 വേർഡ് ഒന്നുമില്ല. 80 മാർക്ക് എഴുതി മേടിക്കുന്നതിൽ 1 വേർഡ് ചോദ്യങ്ങളൊന്നുമില്ല. നമുക്ക് 2 മാർക്സിൻ്റെ ഫസ്റ്റ്, ദെൻ 5 മാർക്സ്, ദെൻ 10 മാർക്സ്, 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ BBAയുടെ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് സെമസ്റ്റർ നോക്കിയേ, മാനേജറിയൽ എക്കണോമിക്സ് പേപ്പറാണ്. അപ്പോൾ 2.5 മണിക്കൂറാണ് നമ്മുടെ എക്സാം വരുന്നത്, 80 മാർക്ക്. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് 15 ചോദ്യങ്ങൾ തരും. ഒരു ചോദ്യത്തിന് 2 മാർക്സാണ് വരിക. ഈ 15 ചോദ്യങ്ങളും നമുക്ക് എഴുതാം, ബട്ട് മാക്സിമം 25 മാർക്കേ നമുക്ക് തരുള്ളൂ. സീലിംഗ് ആണ്, സീലിംഗ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 2 മാർക്ക് നിങ്ങൾക്ക് 13 എണ്ണം എഴുതി കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ശരിയാവുകയാണെങ്കിൽ അവിടെ
26 ബട്ട് 25 കിട്ടുള്ളൂ. 15 എഴുതാം, മാക്സിമം നിങ്ങൾക്ക് 25 മാർക്കേ അവർ തരുള്ളൂ. മനസ്സിലാവുണ്ടോ? ഒരു ചോദ്യത്തിന് 2 മാർക്സാണ് വരുന്നത്. അങ്ങനെ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന 25 മാർക്കാണ്. ഇതാണ് പാർട്ട് എയിലത്തെ കാര്യങ്ങൾ. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് അവിടെയും സീലിംഗ് പരിപാടി ഉണ്ട്. അവിടെയും നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. 8 ചോദ്യങ്ങളാണ് തരുന്നത്. ഒരു ചോദ്യത്തിന് 5 മാർക്സ്, ബട്ട് അവിടെ സീലിംഗ് ഉണ്ട്. നമുക്ക് മാക്സിമം 35 മാർക്കേ അവർ തരുള്ളൂ. അപ്പോൾ 8 × 5 40 മാർക്സ് ആണ് ശരിക്കും മാക്സിമം വരുന്നതെങ്കിലും അവിടെ സീലിംഗ് ഉണ്ട്. നമുക്ക് 35 മാർക്സേ അവർ തരുള്ളൂ. ഓക്കെ, നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പാർട്ട് ബി വരുന്നത്. ഇനി എസ് എ എന്ന് പറയുമ്പോൾ അവിടെ 4 ചോദ്യങ്ങളെ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ 5 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും വരുന്നത്. അപ്പം മെജോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 3 മൊഡ്യൂളിൽ നിന്നോ ചിലപ്പോൾ 4 മൊഡ്യൂളിൽ നിന്നോ എസ് എ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ നിന്ന് 2 കിട്ടാൻ അധികം പാടൊന്നും വരാറില്ലേ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെ 4 എസ് ഐ ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ, ഒരു ചോദ്യത്തിന് 10 മാർക്കാണ്. 2 × 10 20 മാർക്സ്. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത്, ടോട്ടൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേപ്പറുകളിൽ പാസ്സാകാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതെങ്ങനെയാണെന്നും കൂടി പറഞ്ഞു തരാം. ബിക്കോസ് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അതല്ലാണ്ട് നമ്മുടെ ചാനലിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. മൊത്തം ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ബേസിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വലിച്ചു വാരി പഠിക്കാണ്ട് ഫോക്കസ് ചെയ്ത് ഓരോ ഏരിയാസ് പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ, എക്സാമിനേഷൻ ടിപ്സ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇങ്ങനെയുള്ള വീഡിയോസ് അഡീഷണൽ ആയിട്ടുള്ളതൊക്കെ എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ചാനലിലൂടെ വരും. ഇത് കേട്ട് കഴിഞ്ഞ് പഠിച്ചാൽ നിങ്ങൾക്ക് നിർബന്ധമായും പാസ്സാകാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു പാസ്സാകാൻ നമുക്ക് 35 മതി. ഇൻറ്റേർണലിലൊരു 10 കിട്ടി, ബാക്കി ഒരു 25 മാർക്ക് 80-ൽ എഴുതി മേടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന്, നമ്മുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ പുഷ്പം പോലെ പോസിബിളാണ്. ഇനി നെക്സ്റ്റ് പറയാനുള്ളൊരു കാര്യം, കുട്ടികൾ ചോദിക്കും എനിക്കതും പാസ്സായാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇതിന് ശേഷം ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോകണം, അല്ലെങ്കിൽ നല്ലൊരു ജോബിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകണം. ആ ഒരു കേസിലോട്ടൊക്കെ വരണ സമയത്ത് മാർക്സിന് അവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാസ്സാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പല പേപ്പേഴ്സും. എന്നിട്ടും ഒരുപാട് കുട്ടികൾ തോറ്റു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 80%-നേക്കാൾ കൂടുതലൊക്കെ സ്കോർ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ PGക്ക് പോവുകയാണെങ്കിലും ഇപ്പോൾ MCOM ആവട്ടെ, MBA ആവട്ടെ, ഏത് കാര്യങ്ങൾക്കും ഒരു ജോബിന് പോവുകയാണെങ്കിലും അവിടെയൊക്കെ മാർക്സിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ? ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നാച്ചുറലി നിങ്ങളുടെ എയിം എന്ന് പറയുന്നത് 90% മാർക്സ് അല്ലെങ്കിൽ 80% അബോവ് മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം. ഒരു പേപ്പറിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഗ്രിഗേറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ തന്നെ നിങ്ങൾ പിടിച്ചിരിക്കണം. മെജോറിറ്റി എക്സാമിൽ നിങ്ങൾക്ക് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഒരു കാരണവശാലും അതിലൊരു വിട്ടുവീഴ്ചയും വരരുത്. അതിനു വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം നമ്മുടെ സ്ഥാപനത്തിലും. പല കുട്ടികളും എസ്പെഷ്യലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കും, ഇപ്പോൾ കോൺടാക്ട് ക്ലാസ്സിന് പോയി ശരിയാവണില്ല, അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ഇവിടെ +2 +1 പഠിച്ച പോലെ ആ ഒരു പാറ്റേണും സ്റ്റഡി ആവരുത്. ബൈ ഹാർട്ട് പഠിത്തം ഇവിടെ പോസിബിൾ അല്ല. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ഓൺ വേർഡ്സിലൊക്കെ പ്രസൻറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റണം. ചില കുട്ടികൾ, ഞാൻ ഇതുവരെ മലയാളത്തിലാണ് എക്സാം എഴുതിയിരുന്നത്, അപ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വാല്യൂ ചെയ്ത് കുറച്ചും കൂടി ബെറ്റർ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ വന്നാലും അത് പയ്യെ ശരിയായി വരുന്നുള്ളതാണ്. സോ എപ്പോഴും ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
ദെൻ പലപ്പോഴും ഡിഗ്രി എക്സാമിനൊക്കെ പോയിന്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ നെക്സ്റ്റ് കുട്ടികൾ ചോദിച്ചുള്ളൊരു ചോദ്യമാണ് ഓരോ പാർട്ടിലും ഓരോ 2 മാർക്കിന് 5 മാർക്കിന് 10 മാർക്കിന് എത്രത്തോളം എഴുതണം. 2 മാർക്സിൻ്റെ ഒരു ചോദ്യം വരാണെങ്കിൽ 3 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വാട്ട് ഈസ് ടൈപ്പ് ചോദ്യങ്ങളാണ്, മനസ്സിലാവോ? വാട്ട് ഈസ് മാനേജറൽ എക്കണോമിക്സ്, ഡിഫൈൻ മാനേജറൽ എക്കണോമിക്സ്, വാട്ട് ഈസ് ബിസിനസ് മാനേജ്മെൻറ്റ്. 3 സെൻറ്റൻസ് എഴുതിയ ഫുൾ മാർക്ക് ലഭിക്കും. ദെൻ ഷോർട്ട് എസ്സേ ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെ ഡിഫറൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഐറ്റംസ് ഒരു 6 പോയിൻറ്റ്, ഒരു പാരഗ്രാഫ് 5 മാർക്ക് മുഴുവൻ ലഭിക്കും. 10 മാർക്കിൻ്റെ എസ് ചെയ്യുമ്പോൾ സാധാരണ എഴുതുന്ന പോലെ 1.5 പുറം അല്ലെങ്കിൽ 2 പുറം ആ രീതിയിൽ എസ്സേയും പ്രസൻറ്റ് ചെയ്യുക. ദെൻ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് 2.5 മണിക്കൂർ മുഴുവൻ എഴുതുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക, അവസാനത്തിലോട്ട് വെക്കരുത്. ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആദ്യമൊക്കെ പ്രശ്നം കുട്ടികൾക്ക് വരാറുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 സെമസ്റ്ററുകളിൽ സപ്ലി വരാണെങ്കിൽ പിന്നെ അവർക്ക് അവരുടെ കോഴ്സ് കഴിയുന്നതിനുള്ളിൽ തന്നെ മാനേജ് ചെയ്ത് പാസ്സാകാൻ സാധിക്കാറുണ്ട്. 4th 5th 6th സപ്ലി വരുമ്പോൾ ഒരു വർഷമൊക്കെ പോവാറ്. ദെൻ ഗോഡ്സ് ഗ്രേസ് നിങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ബാർകോഡ് ബേസ്ഡ് സിസ്റ്റമാണ് എക്സാമിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക്ലെറ്റ് തരും, അതിലാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകളായിട്ട് എക്സാമിൻ്റെ റിസൾട്ട് കുറച്ചും കൂടി ക്വിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് എക്സാം എഴുതാൻ സാധിക്കാത്ത കുട്ടികൾ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വർഷം പോകുന്നൊരു പരിപാടി ആദ്യം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ 4th സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പേപ്പർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം പോകുന്നൊരു പരിപാടി. ആ ഒരു പ്രശ്നങ്ങൾ അധികം ഇപ്പോൾ ഉണ്ടായി വരുന്നില്ല. അത് 2023 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഓക്കെ, എല്ലാതും നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടിയും ചോദിച്ചിട്ടുണ്ട്, SD സ്റ്റുഡൻസ് അവരുടെ ഹോൾ ടിക്കറ്റൊക്കെ എങ്ങനെയാണ്, എക്സാമിന് ഒരാഴ്ച മുമ്പൊക്കെയാണ് അത് അവൈലബിൾ ആകുക. അതൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കുന്നതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി എക്സാംസ്. ബട്ട് അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലോട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകണമെങ്കിൽ ഹൈ മാർക്സ് നിങ്ങൾ നിർബന്ധമായും നേടിയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ക്ലാസ്സും അതുപോലെ തന്നെ ക്ലാസ് ഇപ്പോൾ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടുമ്പോഴുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഒരു കാരണവശാലും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ഓരോ ടോപ്പിക്കും പോയിന്റ് വൈസ് പഠിക്കുക. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.